ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതമും നിധിയും കൂടി കിച്ചണിൽ നിന്ന് സംസാരിക്കുന്നതെല്ലാം ശിവാനി വസുന്ധരയോട് പറയുകയാണ്. അങ്ങനെ വസുന്ധര കല്ല് തുള്ളിയിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോഴത്തേക്കും പാറും കൂടി അവിടേക്ക് വരികയാണ്. അങ്ങനെ ഗൗതം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം വസുന്ധര കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതം അവിടെ നിന്നും തിരികെ പോവുകയാണ്. ആ പോകുന്ന സമയത്താണ് കേട്ടോ ഗൗതമിൻ്റെ തലയിലേക്ക് ഒരുപാട് പൊടി അങ്ങ് വീഴുകയാണ് കേട്ടോ. പൊടി ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം ഗൗതം ഒന്ന് തിരിയുന്ന സമയത്ത് അവിടെയുള്ള പാത്രത്തിലേക്ക് തട്ടിയിട്ടാണ് കേട്ടോ ഗൗതമിൻ്റെ തലയിലേക്ക് ആ പൊടികളൊക്കെ വീഴുന്നത്. അങ്ങനെ അതുകൂടി ആയപ്പോൾ വസുന്ധരയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. അങ്ങനെ അത് കണ്ടു നിൽക്കുന്ന പാറുവും നിധിയും ശിവാനിയും ഒക്കെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ഒന്ന് നിർത്തുന്നുണ്ടോ എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഗൗതം ഒന്നും മിണ്ടാതെ പോവുകയാണ്. എന്നിട്ട് വസുന്ധര ദേഷ്യത്തോട് കൂടിയിട്ട് നിധിയോട് പറയുകയാണ്, ഇവർ കാരണം ഇവിടെ നല്ലതുപോലെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ. കണ്ണടച്ച് നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ഇവിടെ നിധിയും ഗൗതമും മാത്രമല്ല ഉള്ളത്, ഇവിടെ ശിവാനിയും പ്രണവും യാമിനിയും ഒക്കെയുണ്ട്. കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇവരുടെ ഈ നാണം കെട്ട പരിപാടി ഒന്ന് നിർത്തണം. ഇവർക്കെന്താ ഇത്രയ്ക്ക് നാണമില്ലേ? ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനൊക്കെ 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതുവരെ ക്ഷമിക്കാനുള്ള ആ ഒരു സാവകാശം പോലും ഇവർക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ വസുന്ധര ചൂടാകുന്നത്. അങ്ങനെ അത് കേട്ടതോടുകൂടി നിധി പറയുകയാണ്, ഞങ്ങൾക്ക് 3 ദിവസമല്ല 6 മാസം വരെ ഇനി ക്ഷമിക്കാനുള്ള കഴിവും മനസ്സും ഒക്കെയുണ്ട്. അതിനുവേണ്ടി ഇനി വസുന്ധര മേഡം ഒന്ന് ജോത്സ്യരെ വിളിച്ച് 6 മാസത്തേക്ക് നീട്ടാനുള്ള കാര്യം പറയാമായിരുന്നില്ലേ എന്ന് വസുന്ധരയെ ഒന്ന് തട്ടിച്ചുകൊണ്ട് തന്നെ നിധി പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വസുന്ധരയ്ക്ക് മനസ്സിലാവുകയാണ്, ജോത്സ്യരോട് ഞാൻ പറയുന്നില്ലേ 6 മാസം എന്നുള്ളത്, അത് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് നിധി പറയുന്നത് എന്ന് വസുന്ധരയ്ക്ക് മനസ്സിലാവാൻ കേട്ടോ. എന്നിട്ട് വസുന്ധര ദേഷ്യപ്പെട്ടിട്ട് തന്നെ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ പാറു ഇവർ പോയി കഴിഞ്ഞ ശേഷം നിധിയോട് പറയുകയാണ്, ഗൗതമിനും നിനക്കും നല്ല ഒരു ചുട്ട അടിയുടെ കുറവുണ്ട്. അവനെ ഞാനൊന്ന് കാണട്ടെ. അവനക്ക് എന്താ ഇവിടെ കിച്ചണിൽ വന്നിട്ടിപ്പോൾ ഈ വസുന്ധരയുടെ തൊള്ളയിലുള്ളതൊക്കെ കേൾക്കേണ്ട അവസ്ഥ വരുത്തിയില്ലേ? അവനുള്ളത് നന്നായിട്ട് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. അവന് കൊടുത്തിട്ട് അതിൻ്റെ ശേഷം നിൻ്റെ അടുത്തേക്കും ഞാൻ വരുന്നുണ്ട്. എനിക്കും ഗൗതമിന് കൊടുത്ത ബാക്കി ഞാൻ തരുന്നുണ്ട്. ഇവിടെ നിൽക്ക്, ഞാനിതാ വരുന്നു എന്നും പറഞ്ഞ് പാറു നേരെ ഗൗതമിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം റൂമിൽ പോയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, ഇനി ഞാൻ ഇവരുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? ഞാനിപ്പോൾ കിച്ചണിൽ പോയിട്ട് നിധിയോട് സംസാരിച്ചതും എല്ലാം തന്നെ വസുന്ധരാമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് പാറു അവിടേക്ക് വരുന്നത്. അപ്പോൾ നിധി ഗൗതമിൻ്റെ ഫോണിലേക്ക് കിച്ചണിൽ നിന്ന് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിധിയോട് ചോദിക്കുകയാണ്, ഗൗതം എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല നിങ്ങൾ ഇപ്പോഴും മാവിൽ തന്നെയാണോ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ. അപ്പോൾ കുളിച്ചില്ലേ എന്ന്, ബാത്റൂമിലേക്ക് കയറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല. എന്താ എന്ന് ചോദിക്കുമ്പോൾ അവിടേക്ക് പാറു അമ്മ ദേഷ്യപ്പെട്ടിട്ട് വരുന്നുണ്ട്. ഗൗതം സാറിന് നന്നായിട്ട് വഴക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, എളുപ്പം പോയിട്ട് ബാത്റൂമിലേക്ക് കയറിക്കോ എന്ന് പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും പാറു അവിടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് പാറു ഫോൺ അങ്ങ് വാങ്ങുകയാണ്. എന്നിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് നിന്നെ വിളിച്ച് ഞാൻ ഇവിടേക്ക് വരുന്ന കാര്യം അപ്പോഴത്തേക്കും നിന്റെ ഭാര്യ വിളിച്ച് പറഞ്ഞ് നിന്നെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടായിരുന്നു അല്ലേ? നീ കാരണമാണ് വസുന്ധരയുടെ കയ്യിൽ നിന്നും ഞങ്ങൾക്കൊക്കെ വഴക്ക് കിട്ടിയത്. ഇനി ഞാൻ ഇന്ന് ശരിയാക്കും എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് പാറു പെട്ടെന്ന് തന്നെ അങ്ങ് ചിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഗൗതം ഒന്ന് നോക്കേണ്ട, അമ്മ നല്ല ദേഷ്യത്തിലാണല്ലോ വന്നത്, പിന്നെ എന്താ ഇപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് ഗൗതമിനോട് പറയുകയാണ്, നിധിയും നീയും ഇതുപോലെ സന്തോഷത്തോടു കൂടി എന്നും ജീവിക്കണം, അതാണ് ഈ അമ്മയുടെ ആഗ്രഹം. ഞാൻ നിന്നെ വഴക്ക് പറയാൻ വേണ്ടി വരികയാണെന്ന് മനസ്സിലാക്കിയ നിധി അപ്പോഴത്തേക്കും നിന്നെ ഫോൺ വിളിച്ച് അമ്മ വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കോ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഈ അമ്മയ്ക്ക് നല്ല സന്തോഷമാവണം. ഇങ്ങനെ വേണം ഭാര്യയും ഭർത്താവുമായാൽ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സംരക്ഷിക്കാനും നല്ല മനസ്സോടെ ജീവിക്കാനും. നിങ്ങൾ ഇതുപോലെ സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം, അതാണ് ഈ അമ്മയുടെ ആഗ്രഹം. നിങ്ങളെ ഒരിക്കലും ആര് വിചാരിച്ചാലും പിരിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പാറു നിധിയെക്കുറിച്ചും ഗൗതമിനെക്കുറിച്ചും പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗൗതമിന് നല്ല സന്തോഷമാവാണ്. അപ്പോൾ ഗൗതം ഒരു നാണത്തോട് കൂടിയിട്ട് പാറുവിൻ്റെ മുന്നിൽ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് റൂമിൽ പോയി വസുന്ധര കലിപ്പോട് കൂടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. അപ്പോൾ ശിവാനി ചോദിക്കുകയാണ്, എന്തിനാ മേഡം ഇങ്ങനെ ദേഷ്യപ്പെട്ട് നടക്കുന്നത്? ഇത്രയും അധികം സങ്കടത്തോടു കൂടി മേഡം നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, എല്ലാത്തിനും കാരണം നീ തന്നെയാണ്. കാരണമാണ് നിധിയും ഗൗതമും ഒന്നായത് തന്നെ. അതുപോലെ ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു നിധിയെ ഈ വീട്ടിൽ നിന്നും ആട്ടിയിറക്കണമെന്നുള്ളത്. അതിനുവേണ്ടി ഒരു അവസരങ്ങൾ നീ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇതുവരെ എന്തെങ്കിലും ചെയ്തോ? നിനക്ക് ഈ
വീട്ടിൽ നിന്നും നിധിയെ പുറത്താക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് ഗൗതമിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണം എന്നും ആഗ്രഹമുണ്ട്. പക്ഷെ അത് സാധിക്കാനുള്ള കഴിവൊന്നും നിനക്കില്ല എന്നൊക്കെ പറഞ്ഞ് വസുന്ധര ശിവാനിയോട് ഒരുപാട് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ. ഇതിനെല്ലാം കാരണം ആ ജ്യോത്സ്യരാണ്. ആ ജ്യോത്സ്യരോട് ഞാൻ പറഞ്ഞതാണ് ഒരു 6 മാസത്തെങ്കിലും ഒന്ന് നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇവരുടെ ശാന്തി മുഹൂർത്തം ഒരു 6 മാസത്തെങ്കിലും നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി ഞാൻ നിധിയെ ഈ വീട്ടിൽ നാട്ടി പുറത്താക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടെത്തിയേനെ. പക്ഷേ ഗൗതമിൻ്റെയും നിധിയുടെയും ശാന്തി മുഹൂർത്തം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിധിയെയും ഗൗതമിനെയും ആർക്ക് തന്നെ പിരിക്കാനും കഴിയില്ല. അത് എന്ത് ചെയ്താലും ഇനി ഒരിക്കലും അവരെ പിരിക്കാൻ കഴിയില്ല എന്നൊക്കെ വസുന്ധര നല്ല പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ ശിവാനിയോട് പറയുന്നത്. അപ്പോൾ ശിവാനി പറയുകയാണ്, മേഡം ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ഓർത്തിട്ടും പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അപ്പോൾ വസുന്ധര പറയണ, അതിന് എനിക്ക് പറഞ്ഞാൽ മതി. എൻ്റെ മോൻ ഗൗതം എപ്പോഴും ബിസിനസ്സിൽ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്ന ഗൗതമിനിപ്പോൾ അങ്ങനെ ഒരു ചിന്ത പോലും വരുന്നില്ല. അവനിപ്പോൾ എപ്പോഴും നിധിയുടെ പിന്നാലെ നിധിയുടെ സാരിത്തുമ്പിൽ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. എൻ്റെ ഗൗതം മോൻ എത്രയധികം മാറിയെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് വസുന്ധര നന്നായിട്ട് തന്നെ ദേഷ്യപ്പെടുക കേട്ടോ. എന്നിട്ട് വസുന്ധര പറയണേ, നീ ഇങ്ങനെ സംസാരിക്കാതെ, ഒരിക്കലും അവരുടെ ശാന്തി മുഹൂർത്തം നടക്കാൻ പാടില്ല. അതിനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ നോക്ക്, അല്ലാതെ നീ ഇവിടെ നിന്നതുകൊണ്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്നും പറഞ്ഞ് വസുന്ധര ശിവാനിയോട് ദേഷ്യപ്പെടുക കേട്ടോ. അപ്പോൾ ശിവാനി പറയുകയാണ്, മേഡം ഇങ്ങനെ ദേഷ്യപ്പെടുകയും ടെൻഷൻ ആവുകയും ചെയ്യല്ലേ, 2 ദിവസത്തെ ഒരു സാവകാശമുണ്ടല്ലോ, അതിനുള്ളിൽ എന്തെങ്കിലും ഞാനൊരു വഴി കണ്ടെത്തി അവരുടെ ശാന്തി മുഹൂർത്തം നടക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപായം ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറയട്ടോ. അപ്പോൾ വീണ്ടും വസുന്ധര പറയണേ, നീ ഇതുപോലെ പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഒരു കാര്യവും ഇതുവരെ നടന്നില്ല. പക്ഷേ ഇക്കാര്യം നീ അങ്ങനെ ആവരുത്, കാരണം അവർ ഒരിക്കലും ഒന്നു ചേരാൻ പാടില്ല. അത് എങ്ങനെയെങ്കിലും തടഞ്ഞേ മതിയാവൂ. അതിനുള്ള ഉപായം എന്താന്ന് വെച്ചാൽ നീ കണ്ടെത്തി ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ, ഇത് ഞാൻ മേഡത്തിന് തരുന്ന വാക്കാണ്, ഒരിക്കലും അവർ രണ്ടുപേരും ഒന്നു ചേരില്ല. അതിന് ഈ ശിവാനി എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തിയിരിക്കും. ഇനി 2 ദിവസത്തെ സാവകാശം എൻ്റെ മുന്നിലുണ്ട്, അതിനുള്ളിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്നൊക്കെ വസുന്ധരയോട് ശിവാനി പറയുകയാണ് കേട്ടോ. അങ്ങനെ അത് കേൾക്കുമ്പോൾ വസുന്ധരയ്ക്ക് സമാധാനമായിട്ട് തന്നെ വസുന്ധര അവിടെ നിന്നും പോവുകയാണ്. എന്നിട്ട് ശിവാനി ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ, ഒരിക്കലും നിധിയും ഗൗതമും ഒന്നു ചേരാൻ ഞാൻ സമ്മതിക്കില്ല, അതിന് എന്തെങ്കിലും ഒരു അടവ് ഞാൻ കണ്ടെത്തും എന്നൊക്കെ ശിവാനി മനസ്സിൽ സ്വയം പറയുകയാണ്. ഈ സമയത്ത് നിധി ഗൗതമിനെ കാണാൻ വേണ്ടി റൂമിലേക്ക് വരികയാണ് കേട്ടോ. എന്താവും പാറു ഗൗതമിനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൗതം സാർ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ പാറു പറയുകയാണ്, ഞാൻ ഇവിടെ ഉള്ളത് കാര്യം നിധിയോട് പറയരുത്, ഞാൻ ഇവിടേക്ക് മാറി നിൽക്കുകയാണ്. നീ നിധിയോട് ഞാൻ ഇവിടെ ഉണ്ട് എന്നെങ്ങാനും പറഞ്ഞാൽ നിനക്ക് നല്ല അടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പാറു അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. എന്നിട്ട് ഒരു കർട്ടൻ്റെ ബാക്കിലേക്ക് പോയി ഒളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നിധി ഗൗതമിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല പാറു അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ, അതിന് പാറു അമ്മ ഇവിടേക്ക് വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഗൗതം സാർ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, പാറു അമ്മ ഇവിടേക്ക് വരാമെന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് വന്നത്, പക്ഷേ വന്നില്ലല്ലേ, എന്നോട് പാറു അമ്മയ്ക്ക് നല്ലൊരു പേടിയുണ്ട് എന്ന് പറയുമ്പോൾ, അമ്പടി കേമി നീ ഇങ്ങനെയൊക്കെയാണോ ഇവനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള ഭാവത്തിൽ പാറു ഇതൊക്കെ കേട്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് നിധി വീണ്ടും പറയുകയാണ്, ഭാര്യയും ഭർത്താവുമായാൽ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ഒക്കെ സ്വാഭാവികമാണ്, അതും പ്രത്യേകിച്ച് കല്യാണം കഴിച്ച് കുറച്ച് ദിവസമായ ഭാര്യയും ഭർത്താവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഗൗതം എന്നെ പല്ലിയുണ്ട് എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചില്ലേ, അതിൽ ഒരു തെറ്റുമില്ല, പക്ഷെ എന്നെ കെട്ടിപ്പിടിച്ച സ്ഥലമാണ് ഇപ്പോൾ പ്രശ്നമായത് എന്ന് പറയുമ്പോൾ, നീ എന്താ നിധി അങ്ങനെ പറയുന്നത്, ചില സമയങ്ങളിലൊക്കെ പാറു അമ്മയുടെ അതേ സ്വഭാവമാണ് ഗൗതമിനും. കാരണം ഗൗതമും ചില സമയങ്ങളിൽ പാറു അമ്മയുടെ പോലെ പൊട്ടത്തരങ്ങളെ സംസാരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ, അമ്പടി കേമി അപ്പോൾ എന്നെ നീ ഇങ്ങനെയൊക്കെയാണല്ലേ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പാറു അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതൊക്കെ കേട്ടും കൊണ്ട് സ്വയം പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ നിധിയോട് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്, അമ്മ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് നിധി വീണ്ടും പറയുകയാണ്, അവിടെ കിച്ചണിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചതാണ് ഇതിനൊക്കെ പ്രശ്നമുണ്ടാവാൻ കാരണം, അത് റൂമിൽ വന്ന് പല്ലിയുണ്ട് എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല, അല്ലാതെ ഒരു ഭാര്യയും ഭർത്താവും കെട്ടിപ്പിടിച്ചു എന്ന് കരുതിയിട്ട് ഇത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് ഗൗതമിനെ നിധി അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ടും കൊണ്ട് പാറു അപ്പുറത്തെ സൈഡിലുണ്ട്. അങ്ങനെ ഗൗതം നിധിയെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഗൗതം മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ, പാറു അമ്മ എന്നോട് ക്ഷമിക്ക് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ സ്വയം പറയുകയാണ് നിധിയെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത്. നിധി ഗൗതമിനോട് പറയുകയാണ്, ഇനി മേലിൽ കിച്ചണിൽ
റൂമിൽ വന്ന് ഇങ്ങനത്തെ അഭ്യാസങ്ങളൊന്നും കാട്ടരുത്. റൂമിൽ വന്ന ശേഷം മാത്രമാണ് ഇങ്ങനത്തെയൊക്കെ അഭ്യാസങ്ങളൊക്കെ കാണിക്കാൻ പാടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗൗതമിനെ കെട്ടിപ്പിടിച്ച് നിധി ഇങ്ങനെയൊക്കെ പറയാണ്. എന്നിട്ട് ഗൗതമിനോട് പറയുകയാണ്, ഒരുപാട് വർഷങ്ങളോളം നമുക്ക് ഇതുപോലെ സ്നേഹത്തോടു കൂടിയിട്ടും കെട്ടിപ്പിടിച്ചിട്ടും തന്നെ ജീവിക്കണം ഗൗതം എന്ന് പറയട്ടെ. അപ്പോൾ ആ സമയത്തൊക്കെ പാറു ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. അപ്പോൾ ഗൗതമും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതമിനോട് പറയത് മിണ്ടിപ്പോവരുത്, ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിധിയോട് പറയരുത് എന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഗൗതം ഇങ്ങനെ പരിഭ്രമിച്ചുകൊണ്ടാണ് കേട്ടോ, നിധി എന്താ ഈ കാണിക്കുന്നത്, പാറു അവിടെ ഉണ്ടല്ലോ എന്ന് ഗൗതം ഇങ്ങനെ മനസ്സിലിങ്ങനെ പരിഭ്രമിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിധി ചോദിക്കുകയാണ്, ഗൗതം നമുക്ക് ഈ ആയുസ് മുഴുവനും ഇതുപോലെ സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ച് തന്നെ ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ഗൗതം ഒന്നും മിണ്ടാതെ പാറു ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ ഗൗതമിനോട് വീണ്ടും നിധി ചോദിക്കാൻ, എന്ത് ഗൗതം നീ ഒന്നും മിണ്ടാത്തത്, നമുക്ക് ഇതുപോലെ സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ച് ആയുസ് മുഴുവനും ജീവിക്കണം എന്ന് വീണ്ടും പറയുമ്പോൾ പാറു ഒളിഞ്ഞിരിക്കുന്ന പാറു പറയുകയാണ്, ആ അത് ശരിയാണ്, ഇതുപോലെ കെട്ടിപ്പിടിച്ച് തന്നെ നിൽക്കണം എന്ന് പറയുമ്പോൾ ഇതെന്താ ഒരു സൗണ്ട് വ്യത്യാസം എന്നുള്ള ഭാവത്തിൽ നിധി ഗൗതമിനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം ആ സൗണ്ട് വന്ന ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. നിധി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പാറുവിനെ കാണുമ്പോൾ നിധിക്ക് ആകെ ചമ്മലാവുകയാണ് കേട്ടോ. അപ്പോൾ നിധി ആകെ ചമ്മിയിട്ട് തന്നെ പാറുവിനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ.